ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും പിങ്കിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ അടുത്ത ആഴ്ചയിലെ കഥയിൽ നിന്ന് പറഞ്ഞാൽ വളരെ രസകരവും അതിലൊരു വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും അടുത്ത ആഴ്ചയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നന്ദ അതിസാഹസികമായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നാടകീയമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം, നാടകീയമായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോവുകയും അത് ഗൗതം അറിയുകയാണ്. നന്ദ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയി എന്ന് അറിയുമ്പോൾ തന്നെ ഗൗതമിന് വളരെ വെപ്രാളമുണ്ടാകുകയാണ്. കാരണം നന്ദ വരുവാൻ പോകുന്നത് വെറുതെ ഒന്നുമല്ല, തൻ്റെ കുഞ്ഞിനെ ഗൗരിയെ സ്വന്തമാക്കുവാൻ വേണ്ടി തന്നെയാണ്. ഗൗരിയെ അവിടുന്ന് എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പോകുവാനുള്ള തയ്യാറെടുപ്പോട് കൂടിയായിരിക്കും നന്ദ വരുന്നത് എന്നറിയാം. നന്ദയെ പ്രത്യക്ഷമായി അല്ലെങ്കിൽ നന്ദയെ നേരിടുക എന്ന് പറയുന്നത് ഗൗതമിന് അല്പം റിസ്ക്കാണ്. കാരണം നിയമപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും നന്ദ അടിയുറച്ചു നിന്നാൽ ഗൗരിയെ നന്ദയ്ക്കൊപ്പം പറഞ്ഞു വിടേണ്ടി വരേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഗൗതമിനറിയാം. എങ്കിലും തൻ്റെ ജീവൻ കളഞ്ഞെങ്കിലും ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച തൻ്റെ പൈതലിനെ കിട്ടിയപ്പോൾ മുതലുള്ള സന്തോഷം ഗൗതം പ്രകടമാക്കുന്നത് ഇന്ദീവരം തറവാട്ടിൽ എല്ലാവരും കാണുന്നുണ്ട്. പിങ്കിയും അതുപോലെ നന്ദു സഹിതം ഗൗരിയെ ഗൗതം സ്നേഹിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഗൗതമിൻ്റെ മനസ്സിൽ തൻ്റെ പൈതലിനോട് തൻ്റെ കുഞ്ഞിനോടുള്ള ആ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഗൗതം ഒരു കാരണവശാലും നിയമമല്ല, ഈ ലോകത്തിലെ ആര് പറഞ്ഞാലും തൻ്റെ കുഞ്ഞിനെ കൊടുത്തുവിടില്ല എന്ന തീരുമാനത്തിൽ തന്നെ നിൽക്കുന്ന ഗൗതമിനെയാണ് കാണുന്നത്. അങ്ങനെ നന്ദ നേരെ ഗൗതമിനെ കാണുവാൻ വരുന്നു. ഗൗതവുമായി വാക്കുതർക്കമുണ്ടാകുന്നു. ഗൗതം, നിങ്ങൾക്ക് ഒരവകാശവുമില്ല എൻ്റെ പൈതലിൻ്റെ മേൽ, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ, എൻ്റെ ഗൗരി എനിക്ക് വേണം, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം എന്ന് പറയുകയാണ്. പക്ഷേ ഗൗതം പറയുന്നില്ല, ഞാൻ തരില്ല. എൻ്റെ കുഞ്ഞിനെ ഇത്രയും കാലം നീ ഒളിപ്പിച്ചു വെച്ച് എനിക്ക് മാത്രം അവകാശപ്പെട്ടവളാണ് അവൾ. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ തരില്ല എന്ന് പറഞ്ഞ് ഗൗതം നന്ദേനെ അവിടുന്ന് ഇറക്കി വിടുകയാണ്. നന്ദയ്ക്ക് വീണ്ടും സങ്കടകരമാകുന്ന അവസ്ഥ തന്നെയാണ്. കാരണം പിടിച്ചു വാങ്ങുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നന്ദ ഇപ്പോൾ നിൽക്കുന്നത്. നിയമം പോലും തനിക്ക് പ്രതികൂലമാണ് എന്ന് നന്ദയ്ക്ക് ഏകദേശം അറിയാമെങ്കിലും തൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള ആ മരണ പോരാട്ടത്തിൽ നന്ദ കാലിടറിപ്പോകുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്താണ് നന്ദയ്ക്ക് സഹായമായി ഒരാൾ വരികയാണ്. വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ പിങ്കിക്ക് മനസ്സിലായി നന്ദയെ സഹായിക്കുക തന്നെ വേണം. കാരണം ഗൗതമിൻ്റെ ഇപ്പോഴത്തെ ആ മനസ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രവൃത്തിയും അത് ഇന്ദീവരം തറവാടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പിങ്കിക്ക് മനസ്സിലായി. കാരണം ഒന്ന്, ഗൗതമിനെ തനിക്ക് നഷ്ടമാകും. രണ്ടാമത്തെ കാര്യം, ഗൗരിയുടെ മേലുള്ള ആ സ്നേഹവും ഗൗരിയുമായിട്ടുള്ള ആ സമയം പങ്കിടുന്നതൊക്കെ നന്ദു തിരിച്ചറിയുന്നതും നന്ദു അത് വേദനയോടുകൂടി കാണുന്നതും പിങ്കി കാണുകയാണ്. കാരണം ഗൗരി എന്ന് ഇന്ദീവരത്ത് എത്തിയോ തൻ്റെ ഗൗതമിൻ്റെ മോളാണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഗൗതം വേറെ ആരും ഈ ലോകത്തില്ലാത്തതുപോലെയാണ് ഗൗരിയെ സ്നേഹിക്കുകയും ലാളിക്കുകയും ആഹാരമൂട്ടുകയും ഉറക്കുകയും അതുപോലെ ഏത് സമയവും തൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഗൗരിക്കൊപ്പം നിൽക്കുന്നത് പിങ്കിയും ഇന്ദീവരം തറവാട്ടുകാരെല്ലാം കാണുകയാണ്. അപ്പോൾ മാത്രമല്ല, ഇത്രയും കാലം നന്ദുവും പിങ്കിയും ഒക്കെയായിരുന്നു ഗൗതമിൻ്റെ ലോകമെന്ന് പറയുന്നത്. ഗൗരി വന്നതോടുകൂടി അത് മാറുകയും ഗൗരിയാണ് തൻ്റെ ലോകമെന്ന് ഗൗതം തെളിയിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണുന്നുണ്ട് കേട്ടോ. അത് പിങ്കിക്കും നന്ദയ്ക്കും ഒരു ഒറ്റപ്പെടേണ്ട അവസ്ഥ അല്ലെങ്കിൽ അന്യരാണ് എന്നൊരു തോന്നൽ ഉണ്ടാകുകയാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ നന്ദുവിനുണ്ടാകുകയാണ് കേട്ടോ. കാരണം ഗൗതം ഗൗരിയെ അതുപോലെ സ്നേഹിക്കുകയാണ്. ഈ സ്നേഹത്തിനിടയിൽ ഇത്രയും കാലം തന്നെ സ്നേഹിച്ച തൻ്റെ പപ്പ മറ്റൊരു കുട്ടിയെ തൻ്റെ കൂട്ടുകാരിയെ സ്നേഹിക്കുന്നത് തന്നെ അവഗണിച്ചാണോ എന്ന് പോലും നമ്മുടെ നന്ദു ആ കുഞ്ഞു മനസ്സ് തോന്നിപ്പോവുകയാണ്. അങ്ങനെ പലപ്പോഴും ഗൗതം അത് പ്രകടമാക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്തെല്ലാം പിങ്കിക്കും അത് വിഷമമായി തോന്നുകയും ഇത്രയും കാലം ദത്തെടുത്ത കുഞ്ഞാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ പോലെ കണ്ടിട്ട് ഒടുവിൽ സ്വന്തം കുട്ടി എത്തിയപ്പോൾ തന്നെ അവഗണിക്കുകയാണോ, തൻ്റെ മോനെ അവഗണിക്കുകയാണോ എന്ന് പിങ്കിക്ക് തോന്നുകയും അത് ഗൗതമിനോട് പറയുകയും ചെയ്യും. അപ്പോൾ ഗൗതം പറയും, അങ്ങനെയല്ല പിങ്കി, എത്ര കാലം കൂടിയാണ് ഇത്രയും കാലം അവൾ എൻ്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ച് ആരുമില്ലാതെ തൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടണമേ എന്ന് പോലും പാറയിലും മറ്റ് റോഡ് സൈഡിലും എഴുതി വെച്ച ആ കുഞ്ഞു മനസ്സിനെ ഞാൻ എങ്ങനെ ഇനി നോവിക്കും? അവൾക്ക് കൊടുക്കേണ്ട സ്നേഹം ഇത്രയും കാലം ആരും കൊടുത്തില്ല, എനിക്ക് ഇനിയെങ്കിലും അത് കൊടുക്കണം. അതിൽ നന്ദുവിനെ ഞാൻ ഒരിക്കലും അവഗണിച്ചിട്ടില്ല. അവൻ നമ്മുടെ കുഞ്ഞു തന്നെയല്ലേ. അവനും
ഗൗരിയും നമ്മുടെ കുഞ്ഞായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യപുരത്ത് വളരണം എന്ന് പറയുകയാണ്. ഈ സമയത്ത് നന്ദ പിങ്കി ചോദിക്കുകയാണ്, അതെങ്ങനെ സാധിക്കും ഗൗതം? ഗൗരിയെ ഒരിക്കലും നമുക്ക് തടഞ്ഞു നിർത്തുവാൻ പറ്റത്തില്ല. ഗൗരി ഒരു പക്ഷേ തന്റെ അമ്മയെ കാണണമെന്ന് പിടിവാശി ചെയ്യുകയും അല്ലെങ്കിൽ ഇത് ലീഗലായിട്ട് അല്ലെങ്കിൽ കേസായിട്ട് പോയാൽ പോലും തന്റെ അമ്മയ്ക്കൊപ്പം വിടണം എന്ന് കോടതി പോലും പറയുന്ന സാഹചര്യത്തിൽ ഗൗതം എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണോ? ഈ സമയത്ത് ഗൗതം പറയുന്നുണ്ട്, ഇല്ല, ഈ ലോകം ഇടിഞ്ഞു വീണാലും ഈ ലോകത്ത് ആരൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മോളെ വിട്ടുകൊടുക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. തൻ്റെ സ്നേഹം അല്ലെങ്കിൽ തൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പം ഗൗരിയിലായിരിക്കുകയാണ്. ഗൗരിയാണ് തൻ്റെ ലോകമെന്ന് ഗൗതം പിങ്കിയോട് പറയുമ്പോൾ തന്നെ പിങ്കിക്ക് മനസ്സിലായി ഇത് കൈവിട്ട കളിയാണ് എന്ന് മനസ്സിലാകുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ നന്ദുവിന് അത് വലിയൊരു പ്രശ്നമാകും, അല്ലെങ്കിൽ നന്ദു വീണ്ടും അനാഥനാണ് എന്നൊരു തോന്നലുണ്ടാകും. അതൊരിക്കലും പാടില്ല. അതിനോടൊപ്പം ഗൗതം ഗൗരിയെ സ്നേഹിക്കുകയും വേണം, ഗൗരിയെ ഉപേക്ഷിക്കുവാനും പാടില്ല. അതുകൊണ്ട് ഇതിനൊരു പോം വഴി ഉണ്ടാക്കണമെന്ന് പിങ്കിയും ചിന്തിക്കുകയാണ്. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ നന്ദയെ കാണുവാൻ തന്നെ പിങ്കി തീരുമാനിക്കും. അങ്ങനെ പിങ്കി നന്ദയ്ക്കടുക്കൽ ചെന്ന് നന്ദയെ ആശ്വസിപ്പിക്കുകയാണ്, കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ പറയുന്നതിൽ തന്നെ നമ്മുടെ നന്ദയെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മുടെ പിങ്കി കേട്ടോ. ഇതിന് മറ്റൊരു ലക്ഷ്യം കൂടെ പിങ്കിക്കുണ്ട്. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗൗതം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ പിങ്കിയെ നന്ദയെ കൂടെ ഇന്ത്യവരത്തേക്ക് വിളിക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും പിങ്കി അവിടെ അല്ലെങ്കിൽ തള്ളപ്പെട്ടവളായി പോകും, ആരുമല്ലാത്തവളായി പോകും. അത് പിങ്കിക്ക് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഗൗരിയെ എങ്ങനെയെങ്കിലും നന്ദയിൽ എത്തിക്കുക. അങ്ങനെ നന്ദയും ഗൗരിയും ജീവിക്കുമ്പോൾ നന്ദുവും ഗൗതവുമായിട്ടുള്ള ജീവിതം വീണ്ടും പൂവണിയുമെന്നൊരു അല്ലെങ്കിൽ സ്വപ്നം കാണാമല്ലോ എന്നൊരു മോഹവും പിങ്കിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ നന്ദയ്ക്ക് ആശ്വാസമായി നന്ദയുടെ രക്ഷകയായിട്ട് പിങ്കി എത്തുന്നു. അങ്ങനെ പിങ്കിയും നന്ദയും ഒറ്റക്കെട്ടായി ഗൗതമിനെതിരെ പോരാടുവാൻ നിയമപരമായിട്ടും അല്ലാതെയും പോരാടുവാൻ തീരുമാനിക്കുന്ന ചില രംഗങ്ങളൊക്കെയാണ് നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണുന്നത്. ഇത് പിങ്കിയുടെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിയാകുന്നുണ്ടോ? കാരണം ഇത് ഗൗതം മനസ്സിലാക്കിയാണ്. പിങ്കിയും നന്ദയും ഒറ്റക്കെട്ടായിട്ടാണ് തൻ്റെ മോളായ ഗൗരിയെ നന്ദയ്ക്കൊപ്പം നന്ദയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നന്ദയ്ക്ക് മാത്രമാണ് എന്ന്, അല്ലെങ്കിൽ നന്ദയ്ക്ക് വേണ്ടി പോരാടുന്നത് എന്ന് മനസ്സിലാക്കി പിങ്കിയെ ഇന്ത്യപുരത്ത് എല്ലാവരുടെ മുൻപിൽ വെച്ച് ഗൗതം അപമാനിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് അടുത്ത ആഴ്ചയിൽ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം എന്തായാലും നമ്മുടെ നന്ദ ഒരു കാരണവശാലും അടങ്ങിയിരിക്കില്ല, തൻ്റെ മോളെ കൊണ്ടല്ലാതെ പോകില്ല എന്നൊരു തീരുമാനത്തിലെത്തുന്നു. എപ്പിസോഡിന്റെ ആഴ്ചയിലെ അവസാന ഭാഗങ്ങളിൽ കാണുന്നത് നമ്മുടെ ഗൗതം ചില ഒഫീഷ്യൽ കാര്യവുമായിട്ട് മുൻപോട്ട് പോകേണ്ടി വരുന്നു. അങ്ങനെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന സംഘത്തിന്റെ ഒരു ചുമതല, അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോകുന്നവർക്കെതിരെയുള്ള ഒരു ചുമതല ഗൗതം ഏറ്റെടുക്കുകയും അങ്ങനെ ഈ ആശ്രമങ്ങളിലും അതുപോലെ അനാഥാലയങ്ങളിലും സന്ദർശനം നടത്തി കേസന്വേഷണവുമായി പോകുമ്പോൾ നന്ദുവിനെ ദത്തെടുത്ത ആ സ്ഥലത്തെത്തുകയും അവിടെ വെച്ച് ചില സത്യങ്ങൾ ഗൗതം മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു ഭാഗങ്ങളൊക്കെയുണ്ട്. അങ്ങനെ ഈ നന്ദു എങ്ങനെയാണ് ഈ അനാഥാലയത്തിലെത്തിയെന്നും നന്ദുവിന് ഒരച്ഛനും അമ്മയും ഉണ്ട് എന്നും തിരിച്ചറിയുന്ന ഒരു ഭാഗത്തോടു കൂടിയൊക്കെയായിരിക്കും എപ്പിസോഡിന്റെ അവസാന ഭാഗം കടന്നു പോകുന്നത്. അങ്ങനെ ഈ നന്ദു ആശ്രമത്തിൽ എത്തിയ ദിവസം വാഗമണിൽ ഒരു ബസപകടമുണ്ടായെന്നും അങ്ങനെ ആ ബസപകടത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഈ നന്ദുവെന്നും നന്ദുവിൻ്റെ മറ്റ് പേരൻസ് ഒരു പക്ഷെങ്കിൽ ആ വാഹനാപകടത്തിൽ മരിച്ചത് കൊണ്ടായിരിക്കാം ഈ അനാഥാലയത്തിൽ എത്തിയെന്നും ഗൗതം മനസ്സിലാക്കുകയും അത് ഒരു പക്ഷെങ്കിൽ നന്ദയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നന്ദ കൊണ്ടുപോയ തൻ്റെ കുഞ്ഞാകാൻ സാധ്യതയുണ്ടെന്നും ഗൗതമിന് ചില സംശയം ഉണ്ടാകുകയും അങ്ങനെ ഗൗതം നന്ദയുടെയും അതുപോലെ ആ വസപകടത്തിൻ്റെയും ചുരുളുകൾ അഴിക്കുവാൻ വേണ്ടി ഔദ്യോഗികമായിട്ടും അല്ലെങ്കിൽ അല്ലാതെയും ചില അന്വേഷണങ്ങൾ നടത്തുകയും അങ്ങനെ നന്ദു തൻ്റെ കുഞ്ഞും നന്ദയുടെയും കുഞ്ഞാണെന്നും മനസ്സിലാക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളിൽ കാണാൻ പോകുന്നത്. അങ്ങനെ ഗൗതമിന് തൻ്റെ സ്വന്തം കുഞ്ഞായി ഗൗരിയെയും അതുപോലെ സറോഗസി വഴി പിങ്കി പ്രസവിച്ച നന്ദുവും തൻ്റെ കുഞ്ഞാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു ഭാഗം അടുത്ത ആഴ്ചയും പിന്നത്തെ ആഴ്ചയിലൂടെയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നല്ലൊരു സന്തോഷകരമാകുന്ന ഒരു അന്ത്യമായിരിക്കും ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതത്തിലേക്ക് നടക്കുവാൻ പോകുന്നത്. എന്തായാലും അടുത്ത ആഴ്ച നന്ദയുടെ വലിയൊരു നിയമ പോരാട്ടമായിരിക്കും ഗൗരിക്ക് വേണ്ടി നടക്കുവാൻ പോകുന്നത്. വീണ്ടും ഓരോ ദിവസവും റിയൽ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.